ഫ്രണ്ട്സ്, ഞങ്ങൾ നിലാവിലാണുള്ളത്. നമ്മൾ പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ വന്നതാണ്. അപ്പോൾ ഞാൻ നിലാവിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഫാൻസി ഐറ്റംസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുമ്പ് നമ്മളെ കാടപ്പടി നിലാവിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. എന്താ പറയുക, പെരുന്നാൾ ഡ്രസ്സൊക്കെ ഞാൻ പെരുന്നാളിന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ നിലാവിൽ നിന്ന് എടുത്ത സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. ഒക്കെയാണ് ഞാൻ നിലാവിൽ നിന്ന് വാങ്ങിയത്. നമ്മൾ നെയിലിടുന്ന മൈലാഞ്ചി മെഹന്തിയാണ്. ഇത് രണ്ടും ഹാൻഡിലിടുന്ന മെഹന്തിയാണ്. കുറേ ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട്. കുറേ നമ്മൾ ഉമ്മമാരെ അടുത്താണ്. പിന്നെ നമ്മൾ ലിപ് ബാം, പിന്നെ എനിക്കും എൻ്റെ അനിയത്തിക്കും ഇയറിങ്സ്, പിന്നെ ഒരാൾക്കും കൂടി വാങ്ങിയിട്ടുണ്ട്. സാധനങ്ങളൊക്കെ നമ്മൾ ഉമ്മാൻ്റെ അടുത്താണ്. പിന്നെ എനിക്കും എൻ്റെ അനിയത്തിക്കും നല്ല ബാംഗിൾസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത്. കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. ഇനി നമുക്ക് ഡ്രസ്സാണ് കാണിക്കാനുള്ളത്. പക്ഷെ ഞാൻ ഡ്രസ്സ് കാണിക്കില്ല, ഒരിക്കലും കാണിക്കില്ലല്ലേ. പെരുന്നാൾ ഞങ്ങൾ രണ്ടാലും ഡ്രസ് കോഡാണ് എടുത്ത്. അപ്പോൾ പെരുന്നാളിന് നമുക്ക് കാണിക്കാം. എങ്ങനെയായിരിക്കും എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ നല്ല ഡ്രസ്സ് ഉണ്ടായിരിക്കും. ഡ്രസ്സ് കണ്ട് നിങ്ങളുടെ റിയാക്ഷനൊക്കെ എനിക്ക് നോക്കണം. അപ്പോൾ ഡ്രസ്സസ് ഇവിടെയുള്ള ഡ്രസ്സസൊക്കെ ഞാൻ കാണിച്ചതേ. സോ ഇവിടെയുള്ള എല്ലാ ഡ്രസ്സൊന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ 1-2 ഡ്രസ്സ്. അപ്പം ഞാൻ ഇന്നലെ ഡ്രസ്സ് എടുക്കാൻ പോണ വീഡിയോ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ കുറേ ഡ്രസ്സൊക്കെ ഞാൻ കാണിച്ചിട്ടും ഉണ്ടായിരുന്നു. എങ്ങനെ ഇരിക്കുന്നൊന്നും എനിക്കറിയില്ല. ഞാൻ നിങ്ങൾ യൂട്യൂബിലേക്ക് ഇട്ടിട്ടുണ്ട്. കാണാൻ ആരും മറക്കരുത്. ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. ഞാൻ എടുത്തൊരു വൈറ്റ് കളർ ഡ്രസ്സാണ്, പക്ഷെ അത് എന്ത് മോഡലാണെന്ന് നിങ്ങൾ ഗസ് ചെയ്യണം. എൻ്റെ അമ്മ, എൻ്റെ കസിന്, എൻ്റെ അനിയത്തി, അപ്പം ഞങ്ങൾ 3 ആൾക്കാരും വൈറ്റ് ടീമാണ് എടുത്ത്. പക്ഷെ അതെന്താ സാധനം എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. പിന്നെ ഞങ്ങൾക്ക് പിന്നെ ചെരുപ്പും ഒരു ഹീൽസ് വരുന്ന ഒന്നെടുത്തു. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ക്ലാസ്സിന് പോയിട്ടില്ല. പനിയായിരുന്നു. ഇന്നലെ വന്നതിന് ശേഷം നല്ല പനിയായിരുന്നു. അപ്പോൾ പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ കിനാവിലും കൂടി കയറിയിട്ടുണ്ടായിരുന്നു. കാടപ്പടി അമ്പലത്തിലെ കിനാവിൽ നല്ല അടിപൊളി കളക്ഷൻസ് എന്ന് പറയുമ്പം വള, കമ്മൽ, അങ്ങനെ ഒരുപാട് ചെരുപ്പിൻ്റെ കളക്ഷനൊക്കെ പക്ക അടിപൊളിയാട്ടോ. അപ്പോൾ ഞാൻ അവിടെ കയറിയപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്തു. പിന്നെ നമ്മൾ നിലാവിൽ നിന്നായിരുന്നു ഡ്രസ്സ് എടുത്തത്. നിലാവിൽ പക്ക അടിപൊളി പല കളക്ഷൻസും ഉണ്ട്. അതെനിക്ക് ഒരുപാട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഡ്രസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്രാവശ്യത്തെ പെരുന്നാളിന് പപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മമ്മിയും പപ്പയും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുക്കാൻ. അപ്പം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സാണ് എടുത്തിട്ടുള്ളത്. വന്നിട്ട് അനിയനിക്കും എനിക്കും എൻ്റെ അനിയത്തിക്കും ഒക്കെ കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ ലിപ് ബാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. ഇനി പെരുന്നാൾ രാവിലെ വേണം വീഡിയോ എടുക്കാൻ. വീഡിയോയിലുണ്ടായിരുന്ന ഞാനും എൻ്റെ കസിനും ആയിരുന്നു. നല്ല അടിപൊളി കളക്ഷൻസും ഒക്കെ അവിടെ നിന്ന് എനിക്ക് കിട്ടി. പിന്നെ ഉമ്മയും എൻ്റെ മൂത്ത അങ്ങനെ ഒക്കെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ അനിയനും എൻ്റെ കസിൻ ബ്രദറും ബ്രദറാകുമ്പോൾ അനിയനും കൂടി എടുത്ത് ഒരു കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഡ്രസ്സൊക്കെ ഒരേതാണ്. അപ്പോൾ അവരൊക്കെ എടുത്ത് ഒരേ ഡ്രസ്സാണ്. പിന്നെ എനിക്ക് വീഡിയോയിൽ വന്ന കളക്ഷൻസ് കാണിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു, കാരണം ഞങ്ങൾ പോകേണ്ട ടൈമായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ പുറത്ത് കണ്ട 1-2 പിക്ക് എടുത്തെന്നുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കാണണം, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ.